എല്ലാ പ്രേക്ഷകർക്കും സ്വാഗതം. അപ്പോൾ നമ്മൾ ഇന്നിപ്പോൾ എന്താ വെച്ചാൽ ഇനിയിപ്പോൾ നമുക്ക് വളരെ സ്പെഷ്യലായിട്ടുള്ള വീഡിയോകളാണ് വരാനുള്ളത്. അതിലിപ്പോൾ എന്താ വെച്ചാൽ നമ്മൾ ഒരു യാത്ര ഉണ്ട്. ഇപ്പോൾ നമ്മൾ എറണാകുളം ജില്ലയ്ക്കുള്ള യാത്ര, അവിടെയുള്ള ആ ഒരു ഏറ്റവും പ്രധാനപ്പെട്ട കാഴ്ചകളെല്ലാം ഉൾപ്പെടുത്തിയിട്ട് നമുക്ക് മറൈൻ ഡ്രൈവിലുള്ള ആ ഒരു ബോട്ട് യാത്ര ഒക്കെ അടക്കമുള്ളത്, അതുപോലെ വളരെ വെറൈറ്റി ആയിട്ടുള്ള വളരെ സ്പെഷ്യൽ ആയിട്ടുള്ള വീഡിയോകളാണ് വരുന്നത്. അപ്പോൾ ആ ഒരു യാത്രയിൽ ഉള്ള അത് നമ്മൾ ഇവിടുന്ന് യാത്ര നേരെ ഇപ്പോൾ നമ്മൾ വീട്ടിൽ നിന്ന് എറണാകുളം ഉള്ള യാത്ര ആ ഒരു അവിടെ തുടങ്ങി നമുക്ക് പിന്നെ അവിടെ ചെന്നിട്ടുള്ള കാഴ്ചകൾ, മനോഹരമായ കാഴ്ചകൾ. അപ്പോൾ 2-3 വീഡിയോകളിലായിട്ടാണ് നമ്മളത് വ്യത്യസ്തങ്ങളായുള്ള വീഡിയോകൾ ഉൾപ്പെടുത്തിക്കൊണ്ട് നമുക്ക് ഞാൻ ഒരു യാത്ര വിശേഷങ്ങളാണ് വരുന്നത്. അപ്പോൾ ആ ഒരു ഇന്നത്തെ വീഡിയോ ഇവിടെ ആരംഭിക്കുകയായി. അങ്ങനെ നമ്മൾ പെരിന്തൽമണ്ണ ടൗണിൽ നിന്ന് ഉച്ചഭക്ഷണം കഴിച്ചിട്ടാണ് പോകുന്നത്. ഇന്ന് നമ്മളൊരു സ്പെഷ്യൽ തന്നെയാണ് ഭക്ഷണം ഓർഡർ ചെയ്തത്. അതായത് മീൻ ബിരിയാണിയാണ്. ഇപ്പോൾ ഞാൻ മീൻ ബിരിയാണി കഴിച്ചിട്ടില്ല, ഞാൻ ആദ്യമായിട്ടാണ് കഴിക്കുന്നത് എൻ്റെ ഒരു ഓർമ്മയിൽ. പിന്നെ ഇത് കേദരയാണ് മീൻ, അതാണ് പറഞ്ഞത്. അപ്പോൾ എന്താ വെച്ചാൽ നമ്മൾ ഉച്ചഭക്ഷണം ഇവിടുന്ന് കഴിച്ചിട്ട് ഞാനൊരു 11 മണിക്ക് ആണ് വീട്ടിൽ നിന്ന് പോകുന്നത്. അങ്ങനെ 12 മണി ഒക്കെ ആവുന്നതോട് കൂടി തന്നെ 12-12:15 ഞാൻ ഇവിടെ എത്തി പെരിന്തൽമണ്ണ. കഴിച്ചോട്ടെ. ചിക്കൻ കൊണ്ടാട്ടം, അതാണ് ഇപ്പോൾ ഇവിടുത്തെ സ്പെഷ്യൽ. ഇവിടെ എന്താ വെച്ചാൽ ഇപ്പം നമ്മൾ ഈ പറഞ്ഞ ഇത് പൈനാപ്പിള്, പിന്നെ ബിരിയാണി റൈസ്, പിന്നെ ചിക്കൻ കൊണ്ടാട്ടത്തിൻ്റെ ഒരു പകുതി അല്ലെ 80 രൂപേൻ്റെ അതുകൂടി ചേർത്തിട്ടാണ് എത്ര 150. ഇതിപ്പോൾ നമ്മളിവിടെ പെരിന്തൽമണ്ണ മെയിൻ ജംഗ്ഷൻ അല്ലേ? അത് ആണ് മെയിൻ ജംഗ്ഷൻ. അതെ, ട്രാഫിക് ജംഗ്ഷനിൽ നേരെ നമ്മൾ കോഴിക്കോട് റോഡല്ലേ ഇത്? അതെ, കോഴിക്കോട് റോഡ് പോപ്പുലർ ജ്വല്ലറിക്ക് ഓപ്പോസിറ്റ് ആയിട്ടാണ്. അപ്പോൾ അങ്ങനെയാണ്. മീൻ ബിരിയാണി കഴിച്ചു, അത്യാവശ്യം നല്ല ടേസ്റ്റുള്ള ബിരിയാണി ടേസ്റ്റ് ഉണ്ട്. അപ്പോൾ ഞാനേതായാലും യാത്ര തുടരട്ടെ. ഇപ്പോൾ ഇവിടെയാണ് ഇപ്പോൾ ഇതാകണ്ടോ സന മെസ് ഹൗസ് ഭക്ഷണശാല. അപ്പോൾ ഞാനേതായാലും ഭക്ഷണം കഴിച്ച് ഇനി നമുക്ക് നേരെ അങ്ങനെ യാത്രയാണ്. ഇനിയിപ്പോൾ തൃശ്ശൂരിക്കാണ് പോകുന്നത്. തൃശ്ശൂർ പോയിട്ട് പിന്നെ അവിടുന്ന് മഴക്കാറുണ്ട്, അവിടുന്ന് വേണം നേരെ നമുക്ക് എറണാകുളം പോകാൻ. അങ്ങനെയാണ് പോകുന്നത്. അപ്പോൾ നമ്മൾ പെരിന്തൽമണ്ണ KSRT സ്റ്റാൻഡിൽ നിന്ന് വണ്ടി അങ്ങനെ പുറപ്പെട്ടു. പെരിന്തൽമണ്ണ ടൗണാണ്. നമുക്ക് അങ്ങനെ യാത്ര ഞാൻ ഇവിടുന്ന് ഭക്ഷണമൊക്കെ കഴിച്ച് പോവാറുണ്ട്. ഇനിയിപ്പോൾ പിന്നെ ഭക്ഷണത്തിനായിട്ടുള്ള ഒരു ഇതില്ല, ആ ഒരു സമയത്തിന് തന്നെ ഭക്ഷണം കഴിച്ച് നമ്മൾ പുലാമന്തോള് ഒക്കെ കഴിഞ്ഞ് അങ്ങനെ പിന്നെ കൊപ്പം, അത് കഴിഞ്ഞ് നമ്മൾ അങ്ങനെ പട്ടാമ്പി വഴിയാണ് പോകുന്നത്. നമുക്കിങ്ങനെ ഓരോ ആ ഒരു റോഡ് സൈഡിലുള്ള ആ ദൃശ്യങ്ങൾ, റോഡിൻ്റെ വശങ്ങളിലുള്ള ആ ഒരു ദൃശ്യങ്ങളൊക്കെ കണ്ടങ്ങനെ പോവാം. അപ്പോൾ നല്ല രസമാണ് ഇങ്ങനെ യാത്രയിൽ ഇങ്ങനെ ഇതുപോലെ ഓരോ നാടുകളിലെ ആ ഒരു ദൃശ്യങ്ങൾ, പലതരത്തിലുള്ള ദൃശ്യങ്ങളാണല്ലോ, അതൊക്കെ കണ്ടങ്ങനെ പോവാം. അപ്പോൾ നമ്മളങ്ങനെ യാത്ര പുരോഗമിച്ചുകൊണ്ടിരിക്കുകയാണ്. നമ്മൾ നേരെ ഷൊർണൂർ ജംഗ്ഷനിൽ അവിടെ എത്തി. അപ്പോൾ ഈ ഒരു വഴിക്കാണ് പോകുന്നത്. ഞാൻ കൂടുതലും എറണാകുളത്തേക്ക് പോകുമ്പോൾ, അതായത് നേരിട്ട് മഞ്ചേരിയിൽ നിന്ന് അല്ലെങ്കിൽ പെരിന്തൽമണ്ണയിൽ നിന്നൊക്കെ പോവുകയാണെങ്കിൽ അങ്ങനെ പോകും. അതല്ലാന്നുണ്ടെങ്കിൽ കൂടുതൽ ഈ തൃശ്ശൂർ വഴി ഇങ്ങനെ തൃശ്ശൂർ ഇറങ്ങിയിട്ട് പോവുക, അതാണ് എനിക്ക് കൂടുതൽ ഇഷ്ടമാണ്. അങ്ങനെ ആ ഒരു തൃശ്ശൂരൊക്കെ ഇറങ്ങിയിട്ട് പിന്നെ എന്തെങ്കിലും കഴിക്കാന്നുണ്ടെങ്കിൽ അവിടെ നിന്നൊക്കെ കഴിച്ചു, അങ്ങനെയൊക്കെയാണ് എൻ്റെ യാത്രകൾ കൂടുതലും അങ്ങനെയാണ്. നേരിട്ട് യാത്ര ചെയ്യുന്നതിനെക്കാട്ടും ഇഷ്ടം ഇങ്ങനെ ഇടയിലുള്ള സ്ഥലങ്ങളിൽ കയറി പിന്നെ അവിടേക്ക് ഒന്ന് ഇറങ്ങി അവിടുന്ന് എന്തെങ്കിലും ഭക്ഷണം കഴിച്ച് അങ്ങനെ പോകുന്ന കൂടുതൽ ഇഷ്ടം. നമുക്ക് സമയം കുറച്ച് അധികം വേണം അങ്ങനെ യാത്ര ചെയ്യുമ്പോൾ. മറ്റേതാകുമ്പോൾ ഒറ്റ വണ്ടിക്ക് തന്നെയാണ് കയറി പോവാം. കൂടുതൽ ഇഷ്ടം എനിക്ക് ഇങ്ങനെയാണ്, ഇങ്ങനെ മാറി കയറിയിട്ട് പോകുന്നത് ബസ്സിനാണെങ്കിലും.
ഓരോ വശങ്ങളിലുള്ള കാഴ്ചകൾ, ഓരോ നാട്ടിലുള്ള ആ ഒരു വ്യത്യസ്തമായ കാഴ്ചകളൊക്കെ ഒന്ന് കണ്ടു പോകാൻ നമുക്ക്. ഇതിപ്പോൾ മനോഹരമായ ഭാരതപ്പുഴയിലുള്ള ആ ഒരു കാഴ്ചകൾ അതാണ് കണ്ടുകൊണ്ടിരിക്കുന്നത്. നമ്മൾ ചെറുതുരുത്തി വഴി അങ്ങനെ പോവാണ്. എനിക്ക് വളരെ ഇഷ്ടമുള്ള ഒരു സ്ഥലം കൂടിയാണ്, ഈ ഒരു യാത്ര ചെയ്യാൻ ഇഷ്ടപ്പെട്ട സ്ഥലം കൂടിയാണ് ഇപ്പോൾ ഇതൊക്കെ. ഇതിലൂടെ പോകുമ്പോൾ ഒരുപാട് യാത്ര ചെയ്താണ്. ഇപ്പോൾ ടൗണിലെ കാഴ്ചകൾ പോലെ തന്നെയാണ് നമുക്കിങ്ങനെ ആ ഒരു പ്രകൃതിൻ്റെ ആ ഒരു പച്ചപ്പും കാര്യങ്ങളും അതൊക്കെ കാണാം. അങ്ങനെ നമ്മൾ യാത്ര ചെയ്ത് തൃശ്ശൂർ ടൗണിലേക്ക് പ്രവേശിച്ചു. നമ്മൾ തൃശ്ശൂർ ടൗണിലുള്ള ആ ഒരു ടൗണിൻ്റെ ദൃശ്യങ്ങൾ കൂടി നമുക്കിനി കാണാം. അപ്പോൾ ബസ് ഇറങ്ങി പിന്നെ ഇവിടുന്ന് എന്തെങ്കിലും ഒന്ന് കഴിച്ചിട്ട് പോവാം. അപ്പോൾ ചൂടുകൊണ്ട് ഏതായാലും ഒരു ഫ്രഷ് ലൈം കുടിച്ച് ഇനി നേരെ പോട്ടെ. തൃശ്ശൂർ KSRTC സ്റ്റാൻഡ്, ബസ് സ്റ്റാൻഡ്. ഇനിയിപ്പോൾ അവിടുന്ന് നേരെ എറണാകുളം KSRTCക്ക് നമ്മൾ കയറാണ്. ഇനി ആ യാത്രയാണ് നമ്മൾ തൃശ്ശൂരിൽ നിന്ന് എറണാകുളത്തേക്കുള്ള യാത്ര. അത് നമ്മൾ ചാലക്കുടി, അങ്കമാലി, ആലുവ, എടപ്പള്ളി വഴി അങ്ങനെയാണ് പോവാണ്. ആ യാത്രയാണ് ഇപ്പോൾ. ഇതും ഒരുപാട് യാത്ര ചെയ്തിട്ടുള്ളൊരു വഴിയാണ് ഞാൻ. കാരണം ഞാൻ എറണാകുളം നമ്മൾ കമ്പ്യൂട്ടർ നെറ്റ്വർക്കിംഗ് പഠിക്കാൻ വേണ്ടിയിട്ട് ആ സമയത്ത് അവിടെ താമസിച്ച് ആണ് പഠിച്ചിരുന്നത്. ആ സമയത്തൊക്കെ നമ്മൾ ബസ്സിന് വരും, ആഴ്ചയിൽ ഒരു ദിവസം വരിക. അപ്പോൾ ആ ഒരു ഈ ഒരു വഴിക്കാണ് യാത്ര. അപ്പോൾ വളരെ പരിചിതമായ ഒരു വഴി കൂടിയാണ്.
ഇപ്പോൾ പിന്നെ കുറച്ചൊക്കെ ആയിട്ട് ഇങ്ങനെ ഈ വഴിക്ക് അങ്ങനെ അധികം വരലില്ല. നല്ല മാറ്റങ്ങളാണ് ഇങ്ങനെ വന്നുകൊണ്ടിരിക്കുന്നത് നമ്മുടെ നാട്ടിൽ. ഓരോ മുമ്പ് വന്ന് ശേഷം പിന്നെ ഇങ്ങനെ വരുമ്പോൾ ഒരുപാട് മാറ്റങ്ങളാണ്. അങ്ങനെ നമ്മളങ്ങനെ യാത്ര ചെയ്ത് എടപ്പള്ളി വഴി അങ്ങനെ യാത്ര ചെയ്തുകൊണ്ടിരിക്കുകയാണ്. പിന്നെ തുടർച്ചയായിട്ടുള്ള യാത്രകൾ തന്നെയാണ്. ഇപ്പോൾ ഇവിടെ ഈ ഒരു ഇതിൽ നമ്മൾ പിന്നെ ഇറങ്ങുന്നില്ലല്ലോ അങ്ങനെ. പിന്നെ വെച്ചാൽ നല്ല ട്രാഫിക് ബ്ലോക്കും കാര്യങ്ങളൊക്കെ വരുന്നുണ്ട് ഇനിയിപ്പോൾ ടൗണിലേക്ക് പ്രവേശിക്കുന്നതോടുകൂടി എറണാകുളം സിറ്റിയിലേക്ക്. ഏകദേശം ഇങ്ങനെ നമുക്ക് വൈകുന്നേരമായി. അപ്പോൾ ഉച്ചയ്ക്ക് യാത്ര ചെയ്ത് നമുക്ക് ഏകദേശം ഞാൻ 6 മണിയോടുകൂടി ആയി. സൂര്യൻ അസ്തമിക്കാനൊക്കെ റെഡിയായി. ഒരു വൈകുന്നേരത്തെ ടൗണിലുള്ള ദൃശ്യങ്ങളാണ്. അപ്പോൾ ഞാനായാലും ഇവിടെ വന്ന് നമ്മൾ രാത്രിയായി, നേരം 7 മണി കഴിഞ്ഞു. അപ്പോൾ റൂമൊക്കെ എടുത്തു. ഇവിടെ തൊട്ടപ്പുറത്ത് ഇവിടുത്തെ ആദ്യം ഞാൻ എപ്പോഴും വരുന്ന സമയത്ത് റൂം എടുക്കുന്ന ഒരു സ്ഥലത്താണ് ഇവിടെ, ആ ഒരു KSRTC സ്റ്റാൻഡിൻ്റെ തൊട്ടടുത്ത്. ഒരു ഒഴിവുണ്ട്, ഒരു മിതമായ വാടകയ്ക്ക് നല്ല റൂം തന്നെ കിട്ടും. നമ്മൾ എറണാകുളം ഒക്കെ എത്തി. അങ്ങനെ റൂമിലൊക്കെ പോയി അതിന് ശേഷം ഞാൻ നമ്മൾ സിറ്റിയിൽ, എറണാകുളം സിറ്റിയിൽ ആ ഒരു രാത്രി ദൃശ്യങ്ങൾ, പിന്നെ നമുക്ക് പകലിലെ ദൃശ്യങ്ങളൊക്കെ ഇനി അടുത്ത വീഡിയോകളിലൊക്കെ വരാണ്ട്. ഇതിപ്പോൾ നമ്മൾ ആ രാത്രി ഒന്ന് ഫ്രഷായ ശേഷം ഞാൻ പുറത്തിറങ്ങി. പിന്നെ വെച്ചാൽ എനിക്ക് ഭക്ഷണം കഴിക്കും വേണം. അത് കഴിഞ്ഞാൽ പിന്നെ പിറ്റത്തെ ദിവസം ഒക്കെ യാത്ര തന്നെയാണ്. അപ്പോൾ നമ്മൾ ഹോട്ടലിൽ നിന്ന് ഇവിടുത്തെ ഒരു വലിയ, ഇവിടെ എനിക്ക് ഇഷ്ടപ്പെട്ട ഭക്ഷണമാണ് നമ്മളെ തട്ടുദോശ, ചട്നിയും സാമ്പാറും ഒക്കെ ഭയങ്കര ഇഷ്ടമാണ് ഇവിടുന്ന് കഴിക്കുന്നത്. നല്ല ടേസ്റ്റാണ്. അപ്പോൾ ഇവിടുന്ന് ഒരു ദോശയൊക്കെ കഴിച്ച് അത് കഴിഞ്ഞിട്ട് വേണം പിന്നെ പിറ്റേ ദിവസം, അതായത് നന്നായിട്ടൊന്ന് ഉറങ്ങി അതൊക്കെ കഴിഞ്ഞിട്ട് വേണം ചോറ്റാനിക്കര പോകണം രാവിലെ. പിന്നെ ഹിൽ പാലസ് ഉണ്ട്, അതൊക്കെ കാണാണ്ട്. ഏതായാലും ഭക്ഷണമൊക്കെ കഴിച്ച് വന്നു. തോർത്തുകൊണ്ട് വാങ്ങാണ്ടിരുന്നു, അത് വാങ്ങി. ഇപ്പോൾ അതിൽ പോട്ടെ.